വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നെയ്യ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള പ്രോസസ്സാണ് ഈ കാണിക്കുന്നത് കേട്ടോ. ആദ്യം നമ്മൾ പാല് നന്നായി തിളപ്പിക്കുക. കുറച്ച് നേരം അതങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പാട കെട്ടി കിടക്കും. അപ്പോൾ ആ പാട നമുക്കിങ്ങനെ മാറ്റി കളക്ട് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ ഞാനൊരു ഒരാഴ്ച കളക്ട് ചെയ്ത പാടയാണ് കേട്ടോ. ഞാനിപ്പോഴും പാട കളക്ട് ചെയ്തതിന് ശേഷം ഇത് ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ് പതിവ്. ഇനി ഇത് നെയ്യാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം ഞാനിത് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇത് നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആയതിനു ശേഷം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ദേ ഇതുപോലെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ നിന്ന് വെണ്ണ നമുക്ക് ഇങ്ങനെ വിട്ട് കിട്ടും. അപ്പോൾ ആ വെണ്ണ മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. ഇത്രയും വെണ്ണ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി വന്നത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്നും വീണ്ടും വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഈ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണയിലേക്ക് നമ്മൾ വീണ്ടും നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ക്ലീൻ ഹാൻഡ്സ് വെച്ച് ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു പ്രോസസ്സ് നമ്മളൊരു 3-4 തവണ ഇങ്ങനെ ചെയ്യണം. വെള്ളം നല്ല ക്ലിയർ ആകുന്ന വരെ വേണം നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. ഈ വെണ്ണ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇനി ഈ വെണ്ണയിൽ നിന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഈ വെണ്ണ നന്നായി ഉരുക്കിയെടുക്കണം. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉരുക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പത വരുന്നത് കാണാം. ഈ കാണുന്ന പത ഒന്ന് സെറ്റിൽഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തരികളായിട്ട് കാണുന്നത് കക്കനാണ്, അത് മിൽക്ക് സോളിഡ്സ് ആണ്. നമുക്കിതെല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം.